ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. നിറയെ പോഷക ഗുണങ്ങളുള്ള ഒരു തോരനാണിന്ന്, മുരിങ്ങയില തോരൻ. മുരിങ്ങയില ഊരിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള ഇലയാണ്. മരത്തുനിന്ന് തണ്ട് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് എത്രയും വേഗം ഉണ്ടാക്കണോ അത്രയും നല്ലതാണ്. ഇലകളൊക്കെ അടർത്തി കഴുകി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3 പിടി നിറച്ചുമുണ്ട്. ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് എടുത്ത് വയ്ക്കാം. തോരപ്പരിപ്പ് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ട്. 2-3 മണിക്കൂർ വെള്ളത്തിലിട്ടതാണിത്. പ്രസ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ട്. 1/2 കപ്പ് പരിപ്പാണ് കുതിർത്തിയിരുന്നത്. കുതിർന്ന് കഴിയുമ്പോൾ 1 കപ്പിലധികം ഉണ്ടാവും. നാളികേരം 1 മുറി, 3 വറ്റൽമുളക്, ഒരു 15 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് നുറുക്കി വെച്ചു. 2-3 ആക്കി നുറുക്കിയാൽ മതി. ചീനച്ചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് ഇതിന് സ്വാദ്. ചൂടായിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക്. പൊട്ടിക്കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഉഴുന്നിടാം. ഉഴുന്നുപരിപ്പായാലും മതി. ഒന്ന് മൂത്ത് വരണം. ഇളം റോസ് നിറായി. 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. ഉള്ളി നുറുക്കിയതും ചേർത്ത് ഇളക്കാം. മീഡിയം ഫ്ലെയിമിൽ മതി. ഉള്ളിയുടെ പച്ചമുളകൊന്ന് മാറിക്കിട്ടിയാൽ മതി. ഇനി വറ്റൽമുളകൊന്ന് മുറിച്ചിടാം. കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ ഇതിൽ. നല്ല സ്വാദുമാണ്. 5 പച്ചമുളക് കീറിയിടാം. ഉണ്ടമുളകാണ്, അധികം എരിവുള്ള മുളകല്ല. മുളക് പൊടി ചേർക്കേണ്ട കാര്യമില്ല. പച്ചമുളക് ചേർക്കുമ്പോഴാണ് കൂടുതൽ സ്വാദ്. ഇനി തോരപ്പരിപ്പ് കുതിർത്തിയത്. ഇനി കുതിർത്തിയിട്ടില്ല എന്ന് വെച്ചാൽ സാധാരണ പോലെ വേവിക്കാം. ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്തിട്ട് സ്റ്റീം പോയി കഴിഞ്ഞാൽ ഈ പാകത്തിനാവും. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാം. എല്ലാം കൂടി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് പാകത്തിന് വെള്ളം ഒഴിക്കാം. ഉപ്പിടാം. പരിപ്പ് വേവാനുള്ളത്ര വെള്ളം. 1 കപ്പ് കുതിർത്തിയ പരിപ്പിന് 3/4 കപ്പ് വെള്ളം മതിയാവും. അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് വേവട്ടെ. ഒഴിച്ച വെള്ളം വറ്റി കിട്ടിയാൽ മതി. നല്ലോണം ഡ്രൈ ആവണമെന്നില്ല. ഇതപ്പോൾ തൊടുമ്പോഴത്തേക്കും പൊടിഞ്ഞു വരുന്നുണ്ട് പരിപ്പ്. ഇനി 1 കപ്പ് നാളികേരം ചേർക്കാം. പരിപ്പും നാളികേരം ചേർക്കുമ്പോൾ ക്വാണ്ടിറ്റി ഉണ്ടാവും. നല്ല സ്വാദുമാണ്. മുരിങ്ങയില തന്നെ ആകുമ്പോൾ ഒരു കയ്പ്പ് വരും. ആ കയ്പ്പ് മുഴുവൻ പോയി കിട്ടും ഇങ്ങനെ നാളികേരവും പരിപ്പും ചേർക്കുമ്പോൾ. ഇങ്ങനെ തോരനുണ്ടാക്കുമ്പോൾ അവസാനം ചേർക്കാൻ പാടുള്ളൂ മുരിങ്ങയില. ലോ ഫ്ലെയിമിലാക്കാം. ഇപ്പോൾ എല്ലാം യോജിച്ച് വന്നു. ഇനി ഇലയിടാം. ഒരാവി തട്ടുമ്പോഴത്തേക്കും ചുരുങ്ങും നല്ലോണം. ആകെ 1 മിനിറ്റ് കൊണ്ട് തന്നെ മുരിങ്ങയില ഒതുങ്ങി വെന്ത് വരും. നല്ലോണം ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം. ഒരാവി തട്ടുമ്പോൾ തന്നെ വെന്ത് വരും. ഒന്ന് പ്രസ് ചെയ്ത് പൊത്തി വയ്ക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആവിയിൽ ഇത് വേവണം. ഇനി തുറക്കാം. പാകത്തിന് വെന്തിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്. ഉതിർന്ന് തോരനായിട്ടുണ്ട്. പരിപ്പ് വെന്തുടഞ്ഞിട്ടുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോരനിടാക്കി കഴിച്ചാൽ ഹെൽത്തിനും നല്ലതാണ്. വേഗം ഉണ്ടാക്കുകയും ചെയ്യാം. നല്ല സ്വാദം ഉണ്ടാവും. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം. വേറൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.